പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത അടിപൊളി റോസ് സിറപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? അതും റോസിന്റെ ഇതളുകൾ ഉപയോഗിച്ചിട്ട്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 3 കപ്പ് റോസ് ഇതളുകൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തൊന്ന് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് ഈ റോസ് ഇതളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 3 കപ്പ് റോസ് പെറ്റൽസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്തോറും ഈ റോസ് പെറ്റൽസിന്റെ കളറൊക്കെ ഒന്ന് ഫേഡ് ആയിട്ട് വരും. അതുപോലെ ഈ വെള്ളത്തിനും ചെറുതായിട്ട് കളറൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്കൊരു 10 മിനിറ്റ് ചെറു തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ റോസിന്റെ ഫ്ലേവറൊക്കെ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാകും. അതുപോലെ വെള്ളത്തിന്റെ കളർ ചെറുതായിട്ട് ഒന്ന് മാറി വരാനൊക്കെ തുടങ്ങുന്നുണ്ട്. കുറച്ചുകൂടി കളർ കിട്ടാനായിട്ട് ഞാൻ 2-3 തുള്ളി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ഡാർക്ക് റെഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിൽ ഇതളുകളൊക്കെ മാറ്റി ആ ഒരു ജ്യൂസ് മാത്രം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളത്തിന് നമ്മളിവിടെ 1/4 കപ്പ് കൽക്കണ്ടമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആയാലും എടുക്കാവുന്നതാണ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കൽക്കണ്ടമൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കി വരണം. ഇപ്പോൾ നമ്മുടെ കൽക്കണ്ടമൊക്കെ നന്നായിട്ട് ഉരുക്കിയൊക്കെ വന്നിട്ടുണ്ട്. ടേസ്റ്റൊക്കെ നോക്കുക. മധുരം കൂടുതൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഒരു നൂൽ പരുവം വരേണ്ട ആവശ്യമില്ല. അതിന് തൊട്ട് മുൻപുള്ള സ്റ്റേജ് എത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ചൂട് നന്നായിട്ട് ആറിക്കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് കുറുകി വരുന്ന ഒരു സിറപ്പാണ്. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള റോസ് സിറപ്പ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല റോസിൻ്റെ ഫ്ലേവറാണ്. അതുപോലെ നല്ല കളറുമാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത നല്ല അടിപൊളി ഹോം മെയ്ഡ് റോസ് സിറപ്പാണ്. ഇനി നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കി എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം.